സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പ്രഖ്യാപിച്ച വയലാർ രാമവർമ്മയുടെ കവിതകളെക്കുറിച്ച് NV കൃഷ്ണവാര്യർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. വയലാർ മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് മരണമില്ല. അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളമായി മാറിയിരിക്കുകയാണ്. ഒക്ടോബർ 27 വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികം. ഇന്ന് വയലാറിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് റിട്ടയർഡ് അധ്യാപകനും സർവോപരി കവിയും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തനവുമായ ശ്രീ ജോസ് കോനാട്ട് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. വയലാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം വിപ്ലവ കവി എന്നൊരു വിശേഷണമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? നല്ലൊരു ചോദ്യമാണ്. അതായത് മലയാളത്തിൻ്റെ കാവ്യ പാരമ്പര്യത്തെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ക്ലാസിക് പാരമ്പര്യം പിന്നിട്ട് ഏതാണ്ട് നമ്മുടെ ആധുനിക കവിത്രയത്തിന് ശേഷം മലയാള കവിതയുടെ ഭാവുകത്വം പാടെ മാറി മറിയുന്നുണ്ട്. അങ്ങനെ ഈ കുമാരനാശാനാണ് സത്യത്തിൽ കവിത്രയത്തിൽ തന്നെ മലയാള ഭാഷയുടെ ഒരു മാറ്റത്തെ ആദ്യം സൂചിപ്പിച്ചത്. അതിൽ റൊമാൻറ്റിസിസം ഉണ്ട്, അതിനകത്ത് തന്നെ വിപ്ലവമുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ചണ്ടാലഭിക്ഷുകി, ദുരവസ്ഥ തുടങ്ങിയ കവിതകളിൽ കാര്യം സാമൂഹിക മാറ്റം, സാമുദായിക മാറ്റം, പരിവർത്തനമൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും അതിൽ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പറയുന്നത് പോലെ അമ്ലതീഷ്ണമായ 2 വരി വിപ്ലവ കവിത മറ്റാർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആശാനാണ് ആ കാര്യത്തിൽ അദ്വിതീയൻ, നമുക്കൊരു സംശയമില്ല. ആശാന്റെ ഒരു തുടർച്ചയായിട്ടാണ് ചങ്ങമ്പുഴയുടെ വരവ്. ചങ്ങമ്പുഴ കവിതകളിൽ വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നവോത്ഥാനം കത്തി നിന്ന ഒരു സമയത്താണ് സത്യത്തിൽ വയലാർ, NV കുറുപ്പ്, P ഭാസ്കരൻ മാഷ്, തിരുനെല്ലൂർ കരുണാകരൻ, ഇവരെ 4 പേരെയും ചേർത്ത് പറയുന്ന വിപ്ലവ കവികളാണ്. പക്ഷെ പൊതുവെ വയലാറിനാണ് ആ പേര് കൂടുതലായി നമ്മുടെ ജനത ചാർത്തി കൊടുത്തത്. അതുകൊണ്ട് വയലാർ വിപ്ലവ കവി എന്ന നിലയിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഉണ്ടായിരുന്നു അത്. പകല ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്ന മാർക്സിയൻ വാക്കിനെ അല്ലെങ്കിൽ വചനത്തെ അദ്ദേഹം പാട്ടിലേക്ക് കൊണ്ടുവന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കി തീർത്തു. അതുപോലെ ഒട്ടേറെ കവിതകളിൽ അദ്ദേഹം കയറ് പിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ എന്ന് തുടങ്ങുന്ന വിപ്ലവ മുദ്രാവാക്യ ടൈപ്പ് വരികളാണ്. അതെ, അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പണ്ടിവിടുത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും, അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി കലി കയറും, ദുശകുനങ്ങൾ നാടു മുടിക്കാൻ പിച്ച നടക്കും പ്രശ്നങ്ങൾ, എഴുന്നേൽക്കാൻ വയ്യൊന്നിനും എന്നാൽ മിഴികളിലൊക്കെ തീയരിയും. ആ മിഴികളിലൊക്കെ തീയരിയുന്ന സാധാരണ തൊഴിലാളികളെ സംബന്ധിക്കുന്ന വരികളിൽ വിപ്ലവത്തിൻ്റെ തീജ്വാല നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതേ കവിതയിൽ തന്നെ അദ്ദേഹം പറയുന്നത്, വെടികൊണ്ടന്ന് തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്നൊരു കഴിവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പുന്നപ്രവയലാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ തകഴി ശങ്കരനാരായണൻ്റെ അത്ര പ്രശസ്തനായ കവിയല്ല, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു 4 വരി കവിതയിൽ വയലാറിനെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്, അഗ്നിയിൽ നിന്ന് കുരുത്തു വളർന്നു ഞങ്ങളുടെ രാജകുമാരൻ, നാടിൻ അസ്ഥിത്തറകളിൽ നിന്നും ഉറക്കെ പാടിയതേറ്റൊരു ജനതയുണർന്നു, കയറു പിരിക്കും തൊഴിലാളികളുടെ കരളിൽ തങ്കത്തൂലിക മുക്കി, കവിത കുറിക്കെ കാവ്യാംഗനയുടെ കടമിടി മുനയിൽ തീപ്പൊരി കണ്ടു എന്ന്. ഇനി വേറൊന്നും പറയാനില്ല. അപ്പൊ ഇപ്പം ആ തൂലിക മുക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ വിപ്ലവ കവിയിൽ നിന്ന് പിന്നീട് ഒരു വിശേഷണം വരുന്നത് തൂലിക പടവാളാക്കിയ കവി എന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വിശേഷണത്തിലേക്ക് വരുമ്പോ കവിയിലും കവിതയിലും കണ്ട മാറ്റങ്ങളെ കുറിച്ച് സാറൊന്ന് ആലോചിച്ചാൽ എന്തെല്ലാമാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക? തൂലിക പടവാളാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മിക്ക കവികളുടെയും പ്രാഥമികമായ പ്രധാനപ്പെട്ടതുമായ ഒരു ധർമ്മമാണല്ലോ. അവർ തൂലിക പടവാളാക്കുകയും സമൂഹത്തിലെ അനീതിക്കെതിരെ, അതിപ്പോൾ ആദ്യ കവിയായ വാൽമീകിയിൽ നമുക്കത് കാണാം. മാനിഷാദ, അരുതേ കാട്ടാണ്. അതൊരു താക്കീതാണ്.
താക്കീതാണ്. കാര്യം അതൊരു ശാപവചസ്സാണ്, നീ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു താക്കീതുണ്ട്. അരുതേ കാട്ടാള എന്ന് പറയുന്ന താക്കീതുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് കവിതകളെല്ലാം താക്കീതാവുകയും കവിതകളെല്ലാം പടവാളാവുകയും പടവാളിനെതിരെ പിന്നീട് ശബ്ദിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും തൂലിക പടവാളാക്കുന്ന ഒരു തരത്തിലേക്ക്, ഒരു നിലയിലേക്ക് കവി വളരുകയാണ് ചെയ്തത്. അങ്ങനെ വളർന്ന നിലയിൽ നോക്കുമ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ സാമൂഹ്യ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കവിയാണ് അദ്ദേഹം. ആ പരിവർത്തനത്തിന്റെ കാഹളങ്ങൾ പരിസരമെങ്ങും മുഴങ്ങിടുമ്പോൾ എന്ന് വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മാറ്റത്തിനൊപ്പം നിൽക്കുന്നൊരു കവി. ഒപ്പം എന്ന് മാത്രമല്ല, ഈ കവിതയിൽ ഇപ്പൊ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് ഇൻട്രൊഡക്ഷനിൽ ടീച്ചർ പറഞ്ഞാണല്ലോ തുടങ്ങിയത്. ഒരുപക്ഷെ മലയാളികൾ എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഈരടികൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു 4-5 ഈരടികളിൽ കൂടുതൽ ഉണ്ടാവില്ല. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആശാന്റെ മാറ്റുവിൻ ചട്ടങ്ങൾ, മറ്റൊന്ന് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, മറ്റൊന്ന് മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പരിവർത്തനോന്മുഖമായ 2 വരി എന്ന് പറയുന്നത് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന ചങ്ങമ്പുഴയുടെ വരികളാണ്. ഇങ്ങനെ തീക്ഷ്ണമായ വയലോപ്പിള്ളിയുടെ ഉണ്ട് ചില വരികളൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ മലയാളികൾ സൂക്ഷിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും തൂലിക പടവാളാക്കുന്നത് ഒരു സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അത് ആ കാര്യത്തിൽ വയലാർ തീർച്ചയായിട്ടും മുന്നിലായിരുന്നു. അതുകൊണ്ടാണ് വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ എന്ന് ആയിഷയുടെ ആമുഖത്തിൽ എഴുതാൻ കാരണം. ഇപ്പം ആയിഷയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, നവോത്ഥാനം എന്ന് വെച്ചാൽ നമ്മുടെ ആധുനിക കവിത്രയത്തിന് ശേഷം ഖണ്ഡകാവ്യം എന്ന് പറയുന്നതൊന്ന് ശോഷിച്ചു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടേക്കാണ് വയലാർ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യവുമായിട്ടുള്ള ഒരു കടന്നുവരവ്. അപ്പോൾ അതിനെക്കുറിച്ച്, അതിൻ്റെ ഒരു കേരളീയതയെക്കുറിച്ച് സാർ ഒന്ന് ചിന്തിച്ചാൽ എന്തെല്ലാമായിരിക്കാം പെട്ടെന്ന് വരുന്നത്? ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ കവിത്രയ കാലഘട്ടം ഉണ്ടല്ലോ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 20-ാം നൂറ്റാണ്ട് ആദ്യകാലം. 1907 വീണപൂവ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പൊ വീണപൂവിന് ശേഷം കുമാരനാശാന്റെ കവിതകളിൽ പ്രത്യേകിച്ച് നളിനി ലീല, ചണ്ടാലഭിക്ഷി, പ്രരോദനം, അതുപോലെ ചിന്താവിഷ്ടയായ സീത, പ്രരോദനം തുടങ്ങിയ കവിതകൾ, ഖണ്ഡകാവ്യങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായി. ഖണ്ഡകാവ്യ പ്രസ്ഥാനം തന്നെ മലയാളത്തിൽ കൂടുതലായി രൂപപ്പെടുകയായിരുന്നു. അതിനകത്ത് വള്ളത്തോളിന്റെയും ഒപ്പം തന്നെ ഉള്ളൂരിന്റെയും വലിയ സംഭാവനകളുണ്ട്. ആ കൂട്ടത്തിലാണ് ശങ്കരക്കുറുപ്പ് പുറകെ വരുന്നത്. ശങ്കരക്കുറുപ്പിൻ്റെതായ സംഭാവന അത്രത്തോളം ഇല്ലെങ്കിലും ഉണ്ട്. പക്ഷെ കവിതയുടെ ഭാവുകത്താകെ മാറി മറിഞ്ഞിരുന്നു. ചങ്ങമ്പുഴയും ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട്. ചങ്ങമ്പുഴയുടേതായ ഖണ്ഡകാവ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ വിവർത്തനങ്ങളുണ്ട്, വേറെയുണ്ട്. അപ്പൊ ഇങ്ങനെ ചങ്ങമ്പുഴ പക്ഷെ നാടകീയ വിലാപകാവ്യം എന്ന നിലയിൽ രമണൻ വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടു. അങ്ങനെയൊക്കെ 1950കളിലേക്ക് വരുമ്പോഴേക്കും മലയാളത്തിൽ ഇപ്പൊ NV കൃഷ്ണവര ടീച്ചർ സൂചിപ്പിച്ച NVയുടെ കാലഘട്ടമൊക്കെ ആയി. കവിത കുറെ കൂടി ആധുനികമായി. കവിത കുറെ കൂടി ആധുനികമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏകദേശം ചങ്ങമ്പുഴയുടെ കളരിയിൽ പയറ്റി തെളിഞ്ഞ 3-4 കവികൾ മലയാളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതിനകത്ത് വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് ഈ വയലാർ ഐഷയുമായി രംഗപ്രവേശനം. 1000 ഐഷമാരിൽ പുകയുന്ന തീയല ചൂടും വെളിച്ചവും വിശവേ നാളേക്ക് നോക്കി വരണ്ടൊരൻ ചുണ്ടുമായി ചൂളം വിളിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത്. അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ടീച്ചർ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഖണ്ഡകാവ്യത്തിലെ ആമുഖത്തിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയും പറയുന്നുണ്ട്. ദാഹമടങ്ങാത്ത ദാഹം എൻ ചേതന ദാഹിച്ചു ദാഹിച്ചു വാ വിളർത്തിയിടവേ തന്നു ജലം നിങ്ങൾ അന്നതു നിങ്ങൾ തൻ കണ്ണുനീരെന്നറിഞ്ഞിരുന്നില്ല ഞാൻ എന്ന്. അത്ര സുന്ദരമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ടാണ് ഈ വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു 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 ജാമ്യമെടുക്കലും കൂടിയുണ്ട്. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ല എനിക്ക്, ആ ഗതികേടിനു മാപ്പു ചോദിക്കുന്നു ഞാൻ എന്നും പറയുന്നുണ്ട് അതിനകത്ത്. എന്നിട്ടാണ് ഐഷയിലേക്ക് കടക്കുന്നത്. ഐഷ മലയാളികളെ ഹഠാത് ആകർഷിച്ച, മലയാളികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കവിതയാണ്. അതിനൊരു കാരണം ഉണ്ടായത് സാംബശിവൻ പോലുള്ള അദ്വിതീയനായ ഒരു കഥാപ്രസംഗകൻ കഥാപ്രസംഗ രൂപത്തിൽ അത് കേരളമെമ്പാടും കൊണ്ടു നടന്ന് ആവിഷ്കരിച്ചു. ആളുകൾ ഹൃദയ പാരവശ്യത്തോടെ അത് ഏറ്റെടുത്തു, കേട്ടു. കാരണം ഐഷ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, കേവലം 8-9 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ബാല്യ ചാബല്യങ്ങൾ, ഒപ്പം തന്നെ അതിൻ്റെ നാണം, അതിൻ്റെ ലജ്ജ, കവിയോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം,
കവിക്ക് അവളോടുള്ള വല്ലാത്ത വാത്സല്യം. പിന്നീട് അവൾ വളർന്നതിന് ശേഷം പാകം തികഞ്ഞ ഒരു പെൺകുടി ആയി വളർന്നതിന് ശേഷം അവൾക്കുണ്ടായ മാറ്റങ്ങൾ, അവളുടെ ജീവിതത്തെ പാടെ മറിച്ചിട്ട സംഭവങ്ങൾ, അതിനുശേഷം കവിയുടെ അടുത്തുള്ള വരവ്, എല്ലാം കൂടി ചേരുമ്പോൾ മലയാളികൾ ആ കവിതയെ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ഖണ്ഡകാവ്യ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന, പ്രത്യേകിച്ച് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ആ സമുദായത്തിനുള്ളിലെ ചില പരിവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതി എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ഇപ്പൊ സാർ പറഞ്ഞു ചങ്ങമ്പുഴ കളരിയിൽ വളർന്നു വന്ന ഒരു ഇതെന്ന് പറഞ്ഞു. അപ്പം ഈ വയലാറിനെ കുറിച്ച് അങ്ങനെ ഒരു വിമർശനം തന്നെ ഉണ്ട്, ചങ്ങമ്പുഴയുടെ ഒരു സ്വാധീനമുണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ച് സാറിന് എന്താ തോന്നുന്നത്? 1955 വയലാർ മുളങ്കാട് എന്ന് പറയുന്ന കവിത എഴുതുന്നു, കവിതാ സമാഹാരം പുറത്തിറങ്ങും. ഈ മുളങ്കാട് എന്ന് പറയുന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ അന്ന് മലയാളത്തിലെ പ്രമുഖനായ ചങ്ങമ്പുഴ മരിച്ചു, ചങ്ങമ്പുഴ 48 മരിച്ചു. മലയാളത്തിലെ അന്നത്തെ പ്രമുഖനായ കവി എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ശങ്കരക്കുറുപ്പിന്റെ അക്കാലത്ത് ഒരു പ്രസംഗത്തിന് ഒരു ദിവസം 500 രൂപയുണ്ട് അക്കാലത്ത്. അപ്പോൾ ശങ്കരക്കുറുപ്പാണ് അതിന് അവതാരിക എഴുതിയത്, മുളങ്കാടിന്, വയലാറിന്. അതിനകത്ത് എഴുതിയത് മലയാളത്തിലേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കവിയായി വയലാർ മാറുന്നു എന്നാണ്. ആ വർഷം തന്നെ 55 ജൂൺ മാസം 27 മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു വാരിക, ആ വാരിക ഞാൻ ജനകമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ വാരികയിൽ മലയാളത്തിലെ പ്രസിദ്ധ നിരൂപകൻ, കോളമിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാഹിത്യവാര ഫലക്കാരൻ സാക്ഷാൽ എം കൃഷ്ണൻ നായർ പറഞ്ഞു, വയലാർ മറ്റൊലി കവിയാണ്. ചങ്ങമ്പുഴ തുടങ്ങി വെച്ച മലയാള ഭാവുകത്വത്തിന്റെ വരയിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ വയലാറിന് കഴിഞ്ഞിട്ടില്ല. വയലാറിന് മാത്രമല്ല, ഈ പുതിയ ഭാവുകത്വം എന്ന് പറയുന്ന ആളുകൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് ONV ഉണ്ട്, ഭാസ്കരൻ മാഷുണ്ട്, തിരുനെല്ലൂർക്കാരനാരുണ്ട്, വയലാർ. പക്ഷെ അത് വയലാറിനെയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടത്. എന്റെ മാറ്റൊലി കവിതകൾ എന്ന് പറഞ്ഞ അദ്ദേഹം പകരം വീട്ടിട്ടുണ്ട്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരിക്കൽ പോലും അതിനകത്ത് പവനൻ മാഷ് പറഞ്ഞാണ് ശരി, ചങ്ങമ്പുഴയുടെ സ്വാധീനം ഉണ്ടായിരുന്നു വയലാർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ അത് ആ രീതിയിൽ തന്നെ തുടരുകയല്ല ചെയ്തത്, ചങ്ങമ്പുഴയുടെ തുടർച്ച തുടരുകയാണ് ചെയ്തത്. അതായത് ചങ്ങമ്പുഴ തുടങ്ങി വെച്ച ഒരു സംവിധാനത്തിന്റെ, ഒരു ഭാഷാ ശൈലിയുടെ പിന്തുടർച്ച ഏറ്റെടുക്കുകയാണ് ചെയ്തത് വയലാർ. അത് ഇപ്പൊ രമണനാണല്ലോ ചങ്ങമ്പുഴയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി, രമണനാണ്, എല്ലാവർക്കും അറിയാം, നമ്മളുടെ നാടകീയ വിലാപകാവ്യമാണ്. രമണന്റെ ശവകുടീരത്തിൽ എന്ന് പറഞ്ഞ് ഒരു കവിത വയലാർ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് യുവാവ് പറയുന്നത്, ഞാനൊരു രമണന്റെ വിഡ്ഢിത്തം കാണിക്കില്ല, മാനത്ത് ചിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി കയർ ഞാൻ എടുത്തേക്കും കുരുക്കിട്ടതിനുള്ളിൽ ഉലകിൻ നാളം പക്ഷെ കോർത്തുടക്കുകയില്ല, കയർ ഞാൻ എടുത്തേക്കും മർദ്ദകർക്കൊരു കൊല കയറായി അതു പുളഞ്ഞലറിച്ചിരിച്ചേക്കുന്ന. എന്തൊരു വ്യത്യാസമാണ് അല്ലേ? ചങ്ങമ്പുഴയുടെ യാതൊരു പ്രേമ പാരവശ്യമോ നൈരാശ്യബോധമോ ഒന്നും അതിനകത്ത് ഒന്നുമില്ല. പ്രേമിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ കൂട്ടാക്കാത്ത സാമൂഹ്യ ഘടന തൻ കഴുത്തിൽ ചുറ്റിക്കെട്ടാൻ കയർ ഞാൻ എടുത്തേക്കും എന്താ പറയുന്നത്. അപ്പൊ അത് അതിഭയങ്കരമായ വിപ്ലവം തന്നെയാണ്, സംശയമില്ല. ഭാരതീയ ദർശനങ്ങളോട് വല്ലാത്ത ഒരു ചായ്വ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചില കവിതകൾ നമ്മളെ അങ്ങനെ ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. സാറിന് എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച്? വളരെ ചെറുപ്പകാലം തൊട്ടേ ഒരു നാടുവാഴിത്ത പാരമ്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അങ്ങനത്തെ ഒരു കുടുംബത്തിലാണല്ലോ ജനിച്ചത്, വലിയ കുടുംബവും. അതിനകത്ത് ഈ പ്രാഥമിക വിദ്യാഭ്യാസം ഏറെയും വീട്ടിലും ഒപ്പം തന്നെ ഈ സംസ്കൃത ഗുരുകുല സമ്പ്രദായത്തിലൊക്കെയായിരുന്നു. 1928 വയലാർ ജനിക്കുന്നത്. അപ്പോൾ വയലാർ വളരെ ചെറുപ്പം മുതൽ തന്നെ സംസ്കൃതം പഠിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഹൈന്ദവ വരേണ്യ വർഗ കുടുംബം എന്ന നിലയിൽ അവിടെ ഭാഗവതം വായിച്ചു, രാമായണം വായിച്ചു, ഒപ്പം തന്നെ മഹാഭാരതം വായിച്ചു. അങ്ങനെ ശിവപുരാണവും എല്ലാം വളരെ ചെറുപ്പം മുതൽ തന്നെ വായിക്കും. അതിനകത്ത് ആധ്യാത്മ രാമായണം കടന്നു വന്നു, മഹാഭാരതം കിളിപ്പാട്ട് കടന്നു വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ ശിക്ഷണം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു ഭാരതീയ പാരമ്പര്യം, പ്രത്യേകിച്ച് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കവി ഇന്ത്യയിൽ കാളിദാസനായിരുന്നു. കാളിദാസനെ കുറിച്ച് പറയണ്ടല്ലോ, വലിയ എത്രയോ മഹാനായ കവിയായിരുന്നു. അപ്പോൾ കാളിദാസനെ ഇഷ്ടപ്പെട്ട ഒരു കവി ഈ സംസ്കൃത പദങ്ങളൊക്കെ പഠിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, സാഹിത്യമൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അദ്ദേഹത്തെ ഈ ഭാരതീയ ദർശനങ്ങൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും
അത്രയൊക്കെ വിപ്ലവം അദ്ദേഹം പറഞ്ഞാലും ആ വിപ്ലവത്തിനൊക്കെ അതീതമായി അദ്ദേഹത്തിൽ ചില പാരമ്പര്യമായ ചിന്തകൾ കിടപ്പുണ്ട്. അത് ഭാരതീയ ദർശനമാണ്. അതുകൊണ്ടാണ് ഈ സർഗസംഗീത അവസാന കാലത്തെ കൃതികളിലൊന്നാണ്. അതിനകത്ത് അവാർഡ് കിട്ടി, കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഒക്കെ നേടുകയുണ്ടായി. അതിനകത്ത് ഈ സർഗസംഗീതം എന്ന കവിതയാണ് അദ്ദേഹം ഏറ്റവും നല്ല കവിത വയലാറിൻ്റെ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടും അരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമീ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം എന്ന. അപ്പൊ ടീച്ചറിനും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ ആരാണോ. അതിനെപ്പോലും വിമർശിച്ചിട്ടുണ്ട് കൃഷ്ണൻ നായർ. ആരണ്യാന്തര ഗഹ്വരോദരം, ആരണ്യാന്തരം, പിന്നെ ഗഹ്വരം, പിന്നെ ഉദരം എന്നൊക്കെ ഉപയോഗിക്കണോ ഒരു കവി എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് അല്ല കാര്യം. പക്ഷെ ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭാരതീയതയുടെ ഋഷി പാരമ്പര്യത്തിന്റെ എല്ലാവിധ ഒരു അവസ്ഥകളിലേക്ക് നമ്മൾ ചെന്നെത്തും. എന്നിട്ട് സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങൾ. അപ്പോഴത്തേക്കും ഭാരതം വന്നു കഴിഞ്ഞു. ഭാരതത്തിന്റെ സംസ്കാരം മുഴുവൻ വന്നു കഴിഞ്ഞു. സിന്ധു നദീതടം എല്ലാം വന്നു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പൊ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം എന്ന് പറഞ്ഞ ഋഷീശ്വരന്മാരുടെ ചൈതന്യം തന്നെയാണ് എൻ്റെ ദർശനം എന്ന് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഋഷി കവി, ഋഷി അല്ലാത്തവൻ കവിയല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ കവിതകളിലൂടെ കാട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മനുഷ്യന്റെ അജയ്യതയെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കവിയായിട്ടാണ് വയലാറിനെ നമുക്ക് തോന്നുന്നത്. അതിനെ കുറിച്ചിട്ടാണെങ്കിലോ? വളരെ മനോഹരമായി കവിതകളിൽ എനിക്ക് തോന്നുന്നത് വയലാറിൻ്റെ കവിതകളിൽ ഏറ്റവും മിഴിവാർന്ന ഹൈലൈറ്റ്, അതിൻ്റെ കവിതയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യ ശക്തിയിലുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, മനുഷ്യൻ്റെ അജയ്യത. കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കയ്യിൽ കുതറി തുള്ളി തുള്ളി ചാട്ടവാറിളകുമ്പോൾ, നടുങ്ങിപ്പോകുന്നില്ലേ ഈ അണ്ടകടാഹങ്ങൾ നിമിഷങ്ങളിൽ കുളം വടികൾ വധിക്കുമ്പോൾ. അതിലുണ്ട് അജയ്യത, ആ വിശ്വാസം അല്ലേ. അപ്പോ ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങൾ എടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ, വിദ്യുത് നാളങ്ങൾക്കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ, നീരവ നീലാകാശ മേഖലകളിൽ ശുഷ്കതാരകെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ എന്ന മനുഷ്യന്റെ അഹംഭാവം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ മനുഷ്യന്റെ അഭിമാനത്തിൽ, അവൻ്റെ സാശ്രയ ബോധത്തിൽ ചവിട്ടി നിന്ന് അല്ലെങ്കിൽ അവിടെ തന്നെ നിലയുറപ്പിച്ച് അദ്ദേഹം മനുഷ്യ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു, എനിക്ക് തോന്നുന്നത് ഇതുപോലെ മനുഷ്യ ശക്തിയിൽ അഹങ്കരിച്ച അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു കവിയില്ല, സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അജയ്യ, അദ്ദേഹത്തിന്റെ ഇപ്പോൾ അശ്വമേധം എന്ന കവിതയിലും അത് തന്നെയാണ് അല്ലേ. അശ്വമേധം എങ്ങനെയാ ടീച്ചർ തുടങ്ങാൻ? നമ്മുടെ ഈ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളനിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്നാണ്. അപ്പോ നിങ്ങൾ കണ്ടോ എൻ കുതിരയെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നു അത്രമാത്രം ഇത് പറയുന്നത് പ്രപഞ്ച ഗോപുര വാതിൽ തുറന്ന് മനുഷ്യൻ വന്ന കാര്യം അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട്. അതിപ്പോ ആകാശത്തുനിന്ന് വരുന്ന ഒരു ആദിനാദം പോലെയാണെന്ന മനുഷ്യൻ വന്ന കാര്യം പറയുന്നത്, മനുഷ്യൻ വന്നതിന്റെ കാര്യം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഈശ്വരനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴും ഈ ഒരു സങ്കല്പമുണ്ട്. മീനും ആമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ, ഈശ്വരൻ എന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട്, ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും. എന്തൊരു പരിഹാസമുണ്ട് അതിനകത്ത് ഈശ്വര സങ്കല്പത്തെ പരിഹസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മനുഷ്യന്റെ ശക്തിയെ, മനുഷ്യൻ അജയ്യനാണെന്നുള്ള ബോധത്തെ, ഈ മീനും ആമയുമായി പന്നിയായി നൃസിംഹമായി എന്ന ഈ ദശാവതാര സങ്കല്പങ്ങളെയെല്ലാം കേവല മനുഷ്യ സങ്കല്പങ്ങളോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഈശ്വരൻ എന്നും മറ്റും പേര് എനിക്കുണ്ടായിട്ടുണ്ട്, ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും. അപ്പൊ മനുഷ്യനെ ആൾദൈവങ്ങളെ ഒക്കെ, മനുഷ്യനെ തന്നെ മനുഷ്യൻ ദൈവം എന്ന് വിളിക്കുകയും ഈശ്വരൻ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ചില മതസങ്കല്പങ്ങളെയും അധികം പരിഹസിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കവി നാസ്തികനായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. വയലാറിനെ കുറിച്ച്
ചിന്തിക്കുമ്പം ആ നാസ്തികത സാറിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും വയലാർ ഒരു നാസ്തിക കവിയായിരുന്നു എന്ന് പരക്കൊരു ധാരണയുണ്ട്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ക്ഷേത്രത്തിൽ പോവുകയും പൂജാകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കാരണം അത്രമാത്രം പാരമ്പര്യമുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തി പലരും വിപ്ലവ കവി എന്ന നിലയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം ഒരു ഈശ്വര നിഷേധിയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരിക്കലായിരുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം മത സങ്കല്പങ്ങളെ അല്ലെങ്കിൽ മതത്തിൻ്റെ ചില ജാടകളെ, മതത്തിൻ്റെ ചില കൊള്ളരുതായ്മകളെ ഒക്കെ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട്. മതം സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അതിലുണ്ടാകുന്ന ഈ വർഗീയത അതൊക്കെ ഇപ്പം നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നുണ്ടല്ലോ, കൂടുതലും. അപ്പം അത് അധികം ശക്തമായി കവിതയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വരികളാണ്. ഈശ്വരൻ എന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട്, ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കരയാനറിയാത്ത ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട്. ദൈവങ്ങളെ കളിയാക്കിയിട്ടുണ്ട് പല ഭാഗത്തും. മറ്റൊന്ന് ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ 1974 75 അദ്ദേഹം മരിച്ചു എന്ന് ഓർക്കണം. 75 ഒക്ടോബർ 27 വയലാർ മരിക്കുന്നത്. ഇത്രയേറെ ഒരുപക്ഷെ മലയാളികൾ കരഞ്ഞ ഒരു കവിയുടെ മരണത്തിൽ മലയാളികളുടെ ഞെട്ടിച്ച ഒരു സംഭവം അതിന് മുമ്പ് പിമ്പും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ മരണം ജനങ്ങളെ ഞെട്ടിച്ചെങ്കിലും അന്ന് ഈ ഇത്രത്തോളം നമ്മുടെ മീഡിയാസ് ഒന്നും വളർന്നിരുന്നില്ല. 75 പൂർണ്ണമായി വളർന്നിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും സിനിമയുടെ ഒരു വല്ലാത്ത പരിവേഷം എല്ലാം കൂടി. അപ്പോൾ 74 അച്ഛനും പാപ്പയും എന്ന് പറയുന്ന സിനിമയിലാണ് ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. താരതമ്യേന വയലാർ കവിതകളിൽ കാണുന്ന കാവ്യപരത ഈ വരികൾക്ക് കുറവാണ്. ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് പോലെ ഒരുപക്ഷെ ഇച്ചിരി ഗദ്യത്തോട് സമാനമായ ഒട്ടി നിൽക്കുന്ന ഒരു വരികളാണ്. പക്ഷെ ഈ വരികൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യത മലയാള സിനിമാ രംഗത്ത് മറ്റൊരാൾക്കും കിട്ടിയില്ല. ഒരല്പം മതേതര മതനിരപേക്ഷ ചിന്തയുള്ള ഏതൊരാൾ, ഇനിയിപ്പോൾ മതവിശ്വാസിയെ പോലും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച അതിശക്തമായ വളരെ തീഷ്ണമായ വരികളാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സത്യവുമാണത്. ആ കാര്യത്തിൽ ഒരു ദൈവവും മതങ്ങൾ സൃഷ്ടിച്ചതായിട്ട് നമുക്കറിയില്ല. അല്ലാതെ 74 എനിക്ക് തോന്നുന്നു സമകാലിക പ്രസക്തി കൂടി വരികയാണ്. അപ്പൊ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു എന്ന് 74 എഴുതിയതിന് എത്ര കണ്ടാണ് ശതഗുണീഭവിക്കുകയല്ലേ ടീച്ചറെ? ഇല്ലേ? അതിന്റെ പ്രസക്തി ശതഗുണീഭവിച്ചിരിക്കുന്നു. 100 മടങ്ങ് വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കവി പ്രവാചകനാണ്, ക്രാന്തദർശിയാണെന്നൊക്കെ നമ്മൾ പറയുന്ന വെറുതെ അല്ല. അപ്പോ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി നമ്മൾ കണ്ടാൽ അറിയാതായി. ഇപ്പൊ മണ്ണും മനുഷ്യന്റെ മനസ്സും കൂടി പങ്കുവെച്ചു വല്ലാണ്ടായി. അപ്പൊ അത് ഒക്കെ ആ കാലഘട്ടത്തില് അപ്പൊ അതൊക്കെ എഴുതിയ ഒരു കവിയൻ രാഷ്ട്രപതിയിൽ നിന്ന് സ്വർണ്ണ മെഡൽ കിട്ടി ആ വരികൾക്ക് വേണ്ടി. അപ്പൊ അതൊക്കെ എഴുതിയ ഒരു കവി നാസ്തികനാണെന്ന് തെറ്റിദ്ധരിച്ചത്. പക്ഷെ അദ്ദേഹം ആ പക്ഷത്തായിരുന്നു, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദൈവം അങ്ങനെ മനുഷ്യനെ ോട് പ്രതികാരമുള്ള ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിനൊപ്പം അദ്ദേഹം നിൽക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ. അതാണ് പ്രത്യയശാസ്ത്രം. നോവും ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കുന്നു. അത് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നാസ്തികത അല്ലെങ്കിൽ ഈശ്വരവിശ്വാസമൊക്കെ പറയുമ്പം എന്നോട് ചേർത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാതൃസ്നേഹം. കാരണം അമ്മയോട് സ്നേഹമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. പക്ഷെ എങ്കിലും കവികളിൽ ഒരല്പം മുൻപന്തിയിലായിരുന്നു വയലാറിന്റെ മാതൃസ്നേഹം എന്നുള്ളത് ഒരു സംശയം നമുക്ക് തോന്നിപ്പോകും. എന്താ സാറിന് തോന്നുന്നത്? മാതൃത്വത്തിന്റെ കവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാലാമണിയമ്മയെ മലയാളത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ടീച്ചർക്ക് അറിയാലോ. പക്ഷേ ഇദ്ദേഹത്തെ നമുക്ക് സ്വന്തം മാതാവിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു മാതൃ ഭക്തനായ കവി എന്ന നിലയിൽ ഈ വയലാർ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം അമ്മയെ സ്നേഹിച്ച ഒരു കവി മലയാളത്തിൽ വേറെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം ഉത്തരം പറയാൻ. കാരണം അമ്മയെ അടുക്കി പിടിച്ച് അമ്മയുടെ ചിറകനടിയിൽ കഴിയാൻ ഇഷ്ടപ്പെട്ടൊരു കവിയായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ ചെന്നൈയിലേക്കുള്ള യാത്ര, തിരിച്ചു വരവ്, ഈ പാട്ടെഴുത്തിൻ്റെ ബഹളം, ഈ വയലാറിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, കൂട്ടുകാരാരായാലും അവരോടൊപ്പം ഇറങ്ങിപ്പോക്ക്, അവരോടൊപ്പം സല്ലപിക്കൽ, അവരോടൊപ്പം മറ്റ് സദ്യകളിൽ പങ്കെടുക്കൽ, ഇതെല്ലാം അദ്ദേഹത്തിന് ഹരമായിരുന്നു. പക്ഷേ എപ്പോഴും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തണം
എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് വളരെ ചെറുപ്പത്തിലെ വയലാറിന് അച്ഛൻ നഷ്ടപ്പെട്ടല്ലോ, അതാണല്ലോ ആത്മാവിലൊരു ചിന്ത. അപ്പോൾ അങ്ങനെ ആ നഷ്ടപ്പെട്ടതിൽ പിന്നെ അമ്മ മാത്രമായിരുന്നു, തന്നെ ഒറ്റപുത്രനായിരുന്നു. അപ്പോൾ ഒരു അമ്മയ്ക്ക് ആ മകനോട് ഉള്ള വാത്സല്യ അതിരേകം എത്രയെന്ന് നമുക്ക് വാക്കുകളിൽ പറയാനാവില്ലല്ലോ. അത്രമാത്രം അമ്മ മകനെ സ്നേഹിച്ചു. പിന്നെ ഈ ഒറ്റപുത്രൻ നമ്മുടെ കേരളം മുഴുവൻ അംഗീകരിക്കുന്ന, കേരളത്തിലെ മുഴുവൻ ജനതയും സ്നേഹിക്കുന്ന ഒരാളായി വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഏതമ്മയ്ക്കാണ് അഭിമാനബോധം ഇല്ലാത്തത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അമ്മയെക്കുറിച്ചും അദ്ദേഹം പലകുറി എഴുതിയിട്ടുണ്ട്. നെടുകെ വെളിച്ചം പരന്നിരുന്നു, നേരം വെളുക്കുകയായിരുന്നു, ആവി പറക്കുന്ന കാപ്പിയുമായി അരികത്ത് വന്നമ്മ ചോദ്യമായി, ഇനി എത്ര നാൾ കൂടി ഞാൻ നിനക്ക് ഇടറുന്ന കൈകൊണ്ട് കാപ്പി നൽകും. ഇത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ വരികൾ അമ്മയെക്കുറിച്ചാണ്. ഈ വരികൾ കുട്ട എന്ന് മാത്രമേ വിളിക്കുമായിരുന്നുള്ളൂ. നമ്മുടെ ONV സാറും വയലാറിനെ വിളിക്കുന്നത് കുട്ട എന്നായിരുന്നു. ഇവിടെ ആത്മാവിലൊരു ചിത പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു 4 വരി നമ്മുടെ ആളുകൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി സാറിൽ നിന്ന് കേൾക്കാനൊരു ആഗ്രഹം. ആത്മാവിലൊരു ചിത മലയാളത്തില് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കലോത്സവ വേദികളിൽ തകർത്തടിച്ചു പാടിയ കവിതയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അതിനകത്ത് ഈ ആർദ്രത വല്ലാതെ ഇങ്ങനെ ഇറ്റു വീഴുന്നു എന്നുള്ളതുകൊണ്ട്, തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. എന്തിനാ പറയുന്നത്, ONV സാർ പോലും വയലാറിന്റെ കവിതകളിൽ ഏറ്റവും ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ മാനിഷാദയല്ല പറഞ്ഞത്, സർഗസംഗീതമല്ല, താടക എന്ന രാജകുമാരിയോ അല്ലെങ്കിൽ രാവണപുത്രിയോ അല്ല പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആത്മാവിലൊരു ചിതയാണ്. എന്താണ് ONV സാർ അത് പറഞ്ഞതെന്ന് പത്രക്കാരും ചോദിച്ചില്ല. പക്ഷെ അതിനകത്ത് ഉള്ള ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു ശിശുവിന്റെ രോദനമുണ്ടല്ലോ, വേദന, അതെല്ലാവരെയും ആകർഷിക്കുന്നുണ്ട് ടീച്ചറെ. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി, വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാന്ന നിഴലുകൾ മാതിരി, ഇത്തിരി ചാണകം തേച്ച വെറും നിലത്ത് അച്ഛൻ ഉറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. ഒരു കുട്ടി മരിച്ച അച്ഛനെ തെറ്റിദ്ധരിച്ച് അച്ഛൻ ഉറങ്ങുകയാണ് എന്ന് വിചാരിച്ച് തുടങ്ങുന്ന കവിത. എത്രയോ ആളുകൾ വരുന്നു പോകുന്നു, കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു, കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്നു. കേൾക്കുമ്പോൾ അത് ആലപ്പുഴയ്ക്ക് പോയെന്ന് കേൾക്കുന്നത് പോലൊരു തോന്നലാണ് ഉണ്ടായതപ്പോഴും എന്ന് പറയുന്നു. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ആറഞ്ച് കൊണ്ട് തരാറുള്ളതോർത്തു ഞാൻ എന്ന് നിഷ്കളങ്കപ്പെടുന്നു. എന്നിട്ട് ആശ്വസിക്കുന്നു, അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നത് അത്ര കുഴപ്പമാണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ എന്ന്. അച്ഛൻ മരിച്ചതേയുള്ളൂ, വേറെ കുഴപ്പമൊന്നും അച്ഛന് സംഭവിച്ചിട്ടില്ല എന്ന് ആശ്വസിക്കുന്ന ശിശു സഹജമായ ഒരു നിഷ്കളങ്കത, ഒരു നിഷ്കപടത ആ കവിതയിൽ. എന്നിട്ട് നേരെ കരയുന്ന, അലമുറ ഇട്ട് കരയുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അച്ഛനുണ്ട് അപ്പുറത്ത്, ഇത്തിരി മുമ്പ് ഞാൻ അച്ഛനെ കണ്ടതാണ്, ഉത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളൂ, നിന്നച്ഛൻ മരിച്ചുപോയി. വളരെ വളരെ ആർദ്രശേഷിയുള്ള, ഒരുപക്ഷെ സാധാരണ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അലിയിപ്പിച്ച് കളയാൻ പോകുന്ന, വളരെ മനോഹരമായി അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ, പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചത് അച്ഛനെ, താങ്ങി പുറത്തേക്കെടുത്തു 2 ആളുകൾ, ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ, അമ്മ ബോധം കെട്ടു വീണുപോയി, തൊട്ടടുത്ത് അങ്ങേപ്പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ, ആ ചിതാഗ്നിക്കു വലം വച്ചു ഞാൻ, എന്തിനച്ഛനെത്തിയിൽ കിടത്തുന്നു നാട്ടുകാർ. അവസാനമാണ് ഗംഭീരം, ഇത്തിരി കൂടി വളർന്നു ഞാൻ, ആ രംഗം ഇപ്പോഴും ഓർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം, എൻ അന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ച് എന്നോർമ്മ ഇന്നും ദഹിപ്പിക്കും അച്ഛനെ. വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഉറക്കം എന്തായിരുന്നു എന്നുള്ള സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ആ അവസാന വരികൾ. ശരിക്കും തീർച്ചയായിട്ടും ഒരു വളർന്ന എല്ലാം ആയി കഴിയുമ്പോൾ ഈ ഐഷയിലെ അവസാനം ഈ പെണ്ണ് ഭർത്താവിനെ കൊന്നിട്ട്, ഐഷ ഭർത്താവിനെ കൊന്നിട്ട് കവിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് വളരെ നേരം വെളുക്കുന്നതേ ഉള്ളൂ, പ്രഭാതമാണ്.
കാത്തുനിന്നു ശുക്രതാരം കിഴക്കിന്റെ പൂക്കുറ്റി കത്തുവാൻ എന്നാണ് കവി തന്നെ എഴുതിയിരിക്കുന്നത്. പറയുന്നുണ്ട്. അപ്പോൾ അതെ, അതെ. നേരം വെളുത്തില്ല കാത്തുനിന്നു ശുക്രതാരം കിഴക്കിന്റെ പൂക്കുറ്റി കത്തുവാൻ സമയത്താണ് അവൾ ഓടി വന്നിട്ട് കവിയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ മറന്നുവോ ചേട്ടന്റെ പണ്ടത്തെ ഈ അനുജത്തിയെ. കവിക്ക് മനസ്സിലായില്ല അവളെ. അതെ, അതെ. അപ്പോൾ അവള് കവി ഇങ്ങനെ നോക്കുമ്പോൾ പാകം തികഞ്ഞു വളർന്ന ഒരു പെൺകൊടി എന്നാ പറയുന്നത്. അവിടെ ഈ പാകം തികഞ്ഞു വളർന്ന ഒരു പെൺകൊടി ആരായിരിക്കും ഇവൾ എന്ന് കവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെയാണ് കവിക്കത് മനസ്സിലാകുന്നത്. ഈ രക്തം തുടിച്ചു തളം കെട്ടി നിൽക്കും ആ കത്തിക്കയറും മിഴികളിൽ രണ്ടിലും കണ്ടു ഞാൻ ചെഞ്ചില്ലു കൂട്ടിൽ പിടിച്ചിട്ട രണ്ടു പിടയുന്ന നീല മത്സ്യങ്ങളെ. എന്തൊരു കാവ്യപരതയാണ് ടീച്ചർ ആലോചിച്ചു. അവളുടെ ആ പഴയകാലത്തെ കണ്ണിന്റെ അതിന്റെ സൗന്ദര്യം വീണ്ടും ഇങ്ങനെ കവി ഇങ്ങനെ ആവാഹിച്ചെടുത്തിട്ട് അവളെ തിരിച്ചറിയുക, ദൈഷ്യമാണ് തിരിച്ചറിയുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഈ പാകം തികഞ്ഞു വളർന്ന പെൺകുടി എന്ന് പറയുന്ന പോലെ കവി പാകമായി വളർന്നതിന് ശേഷമാണ് ഈ അച്ഛന്റെ ഓർമ്മകൾ ഇത്ര സജീവമാവുകയും അദ്ദേഹത്തെ കുത്തി നോവിക്കുകയും ചെയ്യും. തന്നെ നഷ്ടപ്പെട്ട ആ ഒരു ബാല്യം, കാരണം നടക്കി കിട്ടാതെ പോയ സ്നേഹത്തെ കുറിച്ച് തിരിച്ചറിയുന്നത് ആ ഒരു സമയത്താണ്. അപ്പം നമ്മൾ കവിതകളെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞു. ഈ കവിതകളെക്കാൾ ഉപരി മലയാള സിനിമ ഗാനശാഖയ്ക്ക് അങ്ങേയറ്റം സംഭാവന നൽകിയ ഒരു എഴുത്തുകാരനാണ് വയലാർ. ആ ഗാനശാഖയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സാറിന് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതും കൂടി പറയാതെ വയലാർ തീരില്ല, അധ്യായം പൂർണ്ണമാവില്ല. കാരണം വയലാറിന്റെ ഒരു പൂർണ്ണത പലപ്പോഴും ഈ ചലച്ചിത്ര ഗാന രംഗത്തും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ താടക എന്ന കവിതയായാലും എന്നിട്ടാണ് ഈ രാവണപുത്രി, ഇതൊക്കെ വളരെ സുന്ദരമായ കവിതകളാണ്. കവിതയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, ഇഷ്ടംപോലെ നമുക്ക് പറയാൻ കിടക്കുന്നു. പക്ഷേ ചലച്ചിത്ര ഗാന ശാഖ മലയാളത്തിൽ ഇത്രയും പുഷ്കലമാക്കിയതിന് പിന്നിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അത് മലയാളികൾ ഏറ്റവും കൂടുതൽ വയലാറിനെ സ്നേഹിച്ചതും ചലച്ചിത്ര ഗാനരചനയിലെ സൗകുമാര്യം കൊണ്ടാണ്. അത് ആളുകളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. കാരണം ആ പാട്ടിലെ ഒരു ഭാരതീയതയും ആ പാട്ടിലെ ഒരു സാഹിത്യ ഭംഗിയും എന്തൊക്കെയോ ആളുകളെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം നല്ല ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല പ്രേമഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒപ്പം തന്നെ വിപ്ലവ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒപ്പം തന്നെ തമാശയായിട്ട് നേരമ്പോക്കിനുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എഴുതി കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ചലച്ചിത്ര ഗാനങ്ങളിൽ, പ്രത്യേകിച്ച് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊരിയുമ്പോൾ നിന്നെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും. എന്തൊരു വരികളാണ്, ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെയാണ് അദ്ദേഹം, ഭാരതീയത മാത്രമല്ല, നമ്മുടെ കാളിദാസനെ മാത്രമല്ല, ശകുന്തളയെ മാത്രമല്ല, നമ്മുടെ ഒരു നാടിൻ്റെ പാരമ്പര്യത്തെ, നമ്മുടെ ഒരു ക്ലാസിക് പാരമ്പര്യത്തെയൊക്കെ ആ നിസ്സാരമായ വരികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മറ്റൊന്ന് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. എന്താണ് ആ വരികൾ? ആ വരികളിലും ഉണ്ടല്ലോ ഒരു നിറയെ നമ്മുടെ ഒരു പാരമ്പര്യ ബോധമുണ്ട്. അപ്പം നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നതിനെ കവികൾക്ക് അങ്ങനെ ചില കഴിവുകളുണ്ടല്ലോ. അതായത് ഏതൊരു ദേശത്തിൻ്റെയും പാരമ്പര്യ ബോധത്തെ വീണ്ടും ജനങ്ങളിലേക്ക് ഉറപ്പിച്ച് പ്രബലപ്പെടുത്തുന്നതിൽ അവർ വഹിക്കുന്ന സാഹിത്യം കൊണ്ട് അവർ കഴിക്കുന്ന ഒരു അനുഷ്ഠാനം, ധർമ്മം എന്നൊക്കെ പറയുന്ന വലുതാണ്. അങ്ങനെയുള്ള വരികൾ, സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന വരി എടുക്കുക, എത്ര മനോഹരം. പാരിജാതം തിരുമിഴി തുറന്നു, ചന്ദ്രകളമാണെങ്കിൽ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയ ഗാനങ്ങളിലെ ഏറ്റവും മനോഹരമായ ഗാനമാണ് ചന്ദ്രകളഭം ചാത്തിയുറങ്ങും ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഏതൊരാളും ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ ലോകത്ത് ഇത്ര മനോഹരമായി ഈ ഒരു പുനർജന്മത്തെ കാക്ഷിക്കുന്നവർ പലരും ഉണ്ടാവും. പക്ഷെ ഇതുപോലെ എഴുതി മനോഹരമായ രീതി, എന്നിട്ട് വസുന്ധരെ എന്ന് വിളിച്ചിട്ട്, വസുന്ധര എന്നുള്ള പ്രയോഗം കണ്ടോ, ഭൂമിയെ വേറെ ഒരു വാക്കുകൊണ്ട് അവിടെ വിളിക്കാൻ പറ്റില്ല. അവിടെ വസുന്ധര എന്ന് ഭൂമിയെ വിളിച്ചാൽ മാത്രമേ അതിന് ഭംഗിയുള്ളൂ. എന്നിട്ട് വസുന്ധര എന്ന് വിളിച്ചിട്ടാണ് കൊതി തീരുവോളം ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അത് ഒരു ഭയങ്കരമായ, ഒരുപക്ഷെ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെട്ട വരികളാണത്. അതിമനോഹരമായ വരികളാണ്. എനിക്ക് ഗാനശാഖയെ കാളിദാസനെ നമ്മൾ പറഞ്ഞു, പക്ഷെ കവിതകളെക്കാൾ കൂടുതൽ ആ മനോഹാരിത ഗാനശാഖയിലാണോ എന്ന് ചില സമയങ്ങളിൽ സംശയിച്ചു. കാളിദാസനെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് ഗാനത്തിലാണോ? ഗാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത്
വയലാറിന് ഒരുപക്ഷെ നമ്മുടെ കാളിദാസ പാരമ്പര്യങ്ങളെ ഭവഭൂതി, ഭാസൻ ഒക്കെ ഇവിടെ നമ്മുടെ ഒരു പാരമ്പര്യാധിഷ്ഠിത കവികളുണ്ടല്ലോ, ഈ കവികളെയൊക്കെ കൊണ്ടുവരാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കാരണം അദ്ദേഹം ചെറുപ്പത്തിലേ പഠിച്ചത് ഇതായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വർത്തമാനകാല മലയാളവുമായി ചേർത്ത് വെച്ച് ആ ഇതിൽ ഏതൊക്കെ സന്ദർഭങ്ങളാണോ ആ സന്ദർഭങ്ങളിലേക്ക് ഇപ്പൊ നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, ഇതുപോലെ മനോഹരമായ ഒരു ഭക്തിഗാനം ക്രിസ്ത്യാനിറ്റിയിൽ ഒരാൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല? ആർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ബാബാക്കും പുത്രനും ആർക്കും എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോ ഒരു ഓശാന പെരുന്നാൾ വന്നു എന്നുള്ള ഗാനമായാലും ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാൾ വന്നു. ഞാൻ പറഞ്ഞു എന്തൊരു മനോഹരമായിട്ടാണ് ഓരോ വരികളും എഴുതുന്നത്. അപ്പോൾ അത് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഗാനശാഖയിലെ ബലം എന്ന് പറയുന്നത് വയലാറിന്റെ ഗാനങ്ങളാണ് അല്ലേ? അപ്പോൾ നിത്യവിശുദ്ധയാം എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ സെന്റ് സെബാസ്റ്റിനെ കുറിച്ചുള്ള ഗാനമായാലും ഏത് ഗാനമായാലും, ഇനിയിപ്പോ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ നോക്കൂ, അതുപോലെ മനോഹരമായ ഒരു രചന സ്വാമി അയ്യപ്പനെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് വേറെയില്ല. പൊള്ളയായ ഒരു ഉടുക്കുമായി എന്ന് പറഞ്ഞ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഗാനം എഴുതി കഴിഞ്ഞ് യേശുദാസ് ഇത് പാടുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വയലാറും ഉണ്ട്, ഇതിന് സംഗീതം നൽകിയ ദേവരാജൻ മാഷും ഉണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ട്. യേശുദാസ് ഇത് പാടുന്നത് അവർ കേൾക്കുകയാണ്, പുറത്തുനിന്ന് കേൾക്കുകയാണ്. സംഗീത സ്റ്റുഡിയോയ്ക്കകത്ത് യേശുദാസ് പാടുന്നു. അന്ന് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഗാനത്തിലൂടെ സ്പീക്കറിലൂടെ ഗാനം പെട്ടെന്ന് കേൾക്കുമ്പോൾ തികച്ചും നാസ്തികനായ ദേവരാജൻ മാഷ്, ഒരു പൊടി പോലും ഈശ്വരവിശ്വാസമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വയലാറിനോട് പറയുകയാണത്രേ, കർപ്പൂരം മണക്കുന്നല്ലോ എന്ന്. നോക്കൂ, പാട്ടിന്റെ വരികളുടെ മനോഹാരിതം, പാട്ടിന്റെ സൗന്ദര്യം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യവും കൂടി എന്നോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് വയലാർ ഈ ഗാനശാഖയിൽ ഇത്രത്തോളം മുൻപന്തിയിലേക്ക് എത്തിയത്? സാറിന്റെ ഒരു അഭിപ്രായം എന്താ ഇതിനെ കുറിച്ചിട്ട്? ഈ ഗാനരചിത, ഈ പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനരചന വളരെ ശക്തി പ്രാപിച്ച ഒരു കാലമായിരുന്നു. ഒ.എൻ.വി. സാർ രംഗത്തുണ്ട്. ഒ.എൻ.വി. സാറാണ് ഈ ബലികുടീരങ്ങളെ ഗാനം എഴുതാൻ KPSCക്ക് വേണ്ടി കൊണ്ടുവരുന്നത് തന്നെ, വയലാറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒ.എൻ.വി. സാർ രംഗത്തുണ്ട്. പി ഭാസ്കരൻ മാഷുണ്ട്. ഭാസ്കരൻ മാഷിന്റെ ഗാനം ഒട്ടും മോശമല്ല കേട്ടോ, വളരെ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വരികളാണ് ഭാസ്കരൻ മാഷിന്റെ വരികൾ. അപ്പോൾ ഭാസ്കരൻ മാഷ് ഉണ്ട്, ഒപ്പം തന്നെ യൂസഫ് അലി ഉണ്ട്. ഇങ്ങനെ കുറെ പേര് ആ രംഗത്ത് ഉള്ള സമയം യൂസഫ് അലി ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ആ സമയത്ത് പക്ഷേ ഈ വയലാറിന്റെ ഗാനങ്ങൾക്കായിരുന്നു കൂടുതൽ ആളുകൾ, ശ്രോതാക്കൾ കൂടുതലും. റേഡിയോ ആയിരുന്നല്ലോ പ്രധാനമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വയലാറിന്റെ ഗാനങ്ങളുടെ സാഹിത്യ ഭംഗിയും ഒപ്പം തന്നെ ദേവരാജൻ മാഷ് പറയുന്ന അതിന് ഈണം കൊടുക്കാനുള്ള ഒരു എളുപ്പമുണ്ട്. അദ്ദേഹം ഈ പ്രത്യേകിച്ചും വൃത്തത്തിലായിരുന്നു മിക്കവാറും വരികൾ വൃത്തത്തിൽ വീഴും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ചങ്ങമ്പുഴയുടെ ഒരു നാടൻ വൃത്ത ശൈലി വയലാറിനുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തത്തിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനൊരു മീറ്റർ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉള്ളതുകൊണ്ട് അതിൽ പെട്ടെന്ന് സംഗീതം കൊടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ദേവരാജ മാഷിനെ പോലുള്ളവർ പറയുമായിരുന്നു. ഭാസ്കരൻ മാഷിനെ കൂടുതലും ബാബുരാജായിരുന്നു നല്ല സംഗീതത്തിൽ കൊണ്ടുവന്നിരുന്നത്. ഇവരെല്ലാം മാറി മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ ചലച്ചിത്ര ഗാനരംഗത്ത് പ്രസക്തി ഉണ്ടാകാൻ കാരണം. ഇന്ന് മലയാള കവിതയിലൂടെ, ഗാനശാഖയിലൂടെ, വയലാറിലൂടെ നമ്മളെ കൊണ്ടുപോയ ഒരുപിടി ഓർമ്മകൾ നമ്മളിലേക്ക് സമ്മാനിച്ച ജോസ് കോനാട്ട് സാറിന് ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി, സ്നേഹം.